കുഞ്ഞാനു എന്ന പേര്. പഞ്ചായത്ത് അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നത് KJ കുഞ്ഞാവരാന്ന് പറയും. അതായത് കുന്നത്തോടത്തിൽ കൊറ്റമതിൽ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആൻ്റണി എന്ന് പറഞ്ഞ ആളാണ് പിന്നെ പഞ്ചായത്ത് കെട്ടിടം വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നത്. അത് ഏതാണ്ടൊരു അദ്ദേഹം 10-16 കൊല്ലം ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഏത് മറ്റേ KJ കുഞ്ഞാവര അല്ലേ? KJ കുഞ്ഞാവര എന്ന് പറയുന്ന ഫാദർ. അത് കഴിഞ്ഞ് ഫാദർ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിയുടെ മകനാണല്ലോ ആൻ്റണി. അവരുടെ പരമ്പര ഇപ്പം എന്ത് ചെയ്യുന്നു? അവരുടെ പിന്തലമുറ അവർ നമ്മൾ കുന്നത്തോടത്തിൽ നിന്നും പാട്ടയത്ത് എന്നൊക്കെ പറയും. പാട്ടയംകാരായിരുന്നു. പാട്ടയംകാരല്ല, പാട്ടയത്ത്. അതായത് നമ്മുടെ ഇപ്പോൾ കളമ്പാട്ടുകരം ഭാഗത്ത് അവിടെ അല്ല അവർ താമസിക്കുന്നത്. മാണിക്യമംഗലം കൊറ്റമ്മൻ പള്ളിയുടെ പടിഞ്ഞാറേത്. അത് ശരി. പാട്ടയത്തെ കുഞ്ഞാവരാന്ന് പറഞ്ഞാലാണ് അറിയപ്പെടുന്നത്. അവർക്ക് അവിടെ ഒരു 10-20ഓളം ലോറി ഉണ്ട്. 20ഓളം ലോറി. കൂപ്പിൻ്റെ ബിസിനസ് ആയിരുന്നു അവർക്ക്. മലയിൽ നിന്ന് തടിയടിക്കൽ അങ്ങനെയുള്ള അന്ന് ഈ വരാപ്പുഴക്കാരൻ പൈല കുട്ടിച്ചാട്ടിൻ്റെ അപ്പനൊക്കെയാണ് അതിൻ്റെ നടത്തിപ്പൊക്കെയായിരുന്നു. പിന്നെ കരോട്ടപ്പുറം പാപ്പേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ജോർജിൻ്റെ ഒക്കെ അപ്പൻ അവരുടെ ഡ്രൈവറായിരുന്നു. ഏത് നമ്മുടെ കരോട്ടപ്പുറം ടോമി ചേട്ടൻ്റെ, ജോർജ് ചേട്ടൻ്റെ, ടോമി, ബേബി, ജോർജ് അവരുടെ ഡ്രൈവർ. പാട്ടയംകാരുടെ പാട്ടയത്തുകാരുടെ കുന്നത്തോടത്തിൽ നിന്നാണ് ശരിക്കും ഒറിജിനൽ വീട്ടുകാർ. KJ കുഞ്ഞാവര എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അന്നത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ജനങ്ങൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആരായിരുന്നു? സാമ്പത്തികമായിട്ട് ഭയങ്കര നമ്മുടെ ഇടവകയിൽ അവിടെ റിച്ചായിട്ട് കുന്നത്തോടത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ നീലീശ്വരത്ത് മുളക്കച്ചവടം അതൊക്കെ ആയിട്ട് താന്നിക്കപ്പുറം ദേവസ്വേട്ടന് നല്ല പേരായിരുന്നു. അതായത് ഫ്രാൻസിസ് ചേട്ടൻ്റെയും പോളത്തിൻ്റെയും കുഞ്ഞോസഫിൻ്റെ ഒക്കെ അപ്പൻ അവരായിരുന്നു. ഇവർ രണ്ടുപേരായിരുന്നു പ്രമുഖരായിരുന്ന വ്യക്തിത്വങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രബല ശക്തി. കുഞ്ഞാവരിച്ചേട്ടൻ എന്ന് പറയുന്നത് അവർ കണ്ണുവാനം തേങ്ങയൊക്കെ ഉള്ളതായിരുന്നു ആ പുരയിടത്തിൽ. അപ്പോൾ ആ കുഞ്ഞാവരിച്ചേട്ടൻ്റെ വർക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ലോറി ഇതൊക്കെ ഉണ്ട്. അവർക്ക് കുറേ അധികം ലോറികൾ. പിന്നെ തേങ്ങ കണ്ടമാനം ഉണ്ടാവായിരുന്നു അവളപ്പുകളിൽ. പിന്നെ പണ്ടാല കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതായത് നമ്മുടെ പണ്ടാല തങ്കപ്പൻ ചേട്ടൻ്റെ അച്ഛൻ. അവരെ കുന്നമ്മല കുട്ടപ്പൻ കുന്നമ്മല കുട്ടൻ എന്ന് പറയണത്. അവരാണ് കാർഷിക രംഗത്ത് ഏറ്റവും വിജയം. അവർ ശർക്കര കുട്ടൻ എന്നും പറയും. കരിമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കരിമ്പ് കൃഷി, അതുപോലെ നെൽകൃഷി. പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ പ്രമുഖർ. അതായത് ബിസിനസ് രംഗത്ത് പാട്ടയത്തെ കുഞ്ഞാവരിച്ചേട്ടൻ, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കുന്നമ്മല കുട്ടപ്പൻ. കുട്ടപ്പനല്ല, കുട്ടൻ എന്ന് പറയുന്നത്. തങ്കപ്പൻ ചേട്ടൻ്റെ അപ്പൻ അല്ലേ? പത്രക്കാരൻ. അവരുടെ ഫാദർ. അവർ 3 പേരായിരുന്നു. ഒരു വാസു, ഒരു മൂത്തത് ശ്രീധരൻ, പിന്നെ രണ്ടാമത് വാസു, മൂന്നാമത് കുന്നമ്മല, ലാസ്റ്റ് പറഞ്ഞ തങ്കപ്പൻ. അന്നിവിടെ ശർക്കരയുടെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. ഈ നമ്മുടെ കൃഷി ഉണ്ടായിരുന്നു. കരിമ്പ് ആട്ടിലും ഉണ്ടായിരുന്നു. വരെയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ഈ കരിമ്പ് കൃഷി എടുത്തുകൊണ്ടിരുന്നത്? കരിമ്പ് കൃഷി നമ്മുടെ ഈ മാലിയൊക്കെ കരിമ്പ് കൃഷിയായിരുന്നു. അതായത് ഇപ്പം ഈ താന്നിക്കപ്പുറമ്പൻ സ്വാമില്ലേ, അവിടുന്ന് മുതൽ ആ ഭാഗത്തൊക്കെ കരിമ്പ് കൃഷിയായിരുന്നു അന്ന്. ഈ ആട്ടി ശർക്കര എടുത്തുകൊണ്ടിരുന്ന സ്ഥലം ഫാക്ടറി എവിടെയായിരുന്നു? അല്ല, അപ്പം ഈ കരിമ്പ് ആട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുന്നമ്മല കുട്ടനെ ശർക്കര കുട്ടനെന്നും വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഏതാണ്ടൊരു 10-100 ഏക്കർ സ്ഥലം നെൽപ്പാടമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. നെല്ലുമൊക്കെ ധാരാളം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്.